ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ സെയിൽസ് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ജി എസ് ടിയിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സെയിൽസ് ടാക്സ് ലയബിലിറ്റി അഥവാ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജി എസ് ടിയിലെ ഒരു ടേമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഒരു ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി അടച്ചു വയ്ക്കുന്നുണ്ട് അല്ലേ. ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സപ്ലയറിൻ്റെ കയ്യിൽ ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം നിശ്ചിത എമൗണ്ട് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റാണ്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം തന്നെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ വിലയോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു ഗുഡ്സിൻ്റെ ടാക്സ് എമൗണ്ടും സപ്ലയറുടെ കയ്യിൽ കൊടുത്തിട്ട് സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന പർച്ചേസ് അത് ഗുഡ്സ് ആയിക്കോട്ടെ അല്ല എങ്കിൽ സർവീസ് ആയിക്കോട്ടെ, അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത് വഴി സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ഒരു ടാക്സാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. ജി എസ് ടിയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നത് വഴി ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം തന്നെ സപ്ലയർ മുഖേന ഒരു ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റാണ്. എന്തുകൊണ്ട് ഇത് കറണ്ട് അസറ്റ് ആണെന്ന് പറയാൻ കാരണം, ഈ ഒരു ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഈ ഗുഡ്സും സർവീസും ഈ ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമേഴ്സിനെ വിൽക്കുന്നു. ഓക്കെ, കസ്റ്റമേഴ്സിനെ വിൽക്കുന്നു. ഈ ബിസിനസ്സുകാരൻ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സും അതുപോലെ തന്നെ സർവീസും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൈസിൻ്റെ ഒപ്പം തന്നെ എന്തടച്ചു വെക്കുന്നു, പ്രൈസിൻ്റെ ഒപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അടച്ചു വയ്ക്കുന്നു. അങ്ങനെ അദ്ദേഹം അടച്ചു വയ്ക്കുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സപ്ലയർ മുഖേന ഇദ്ദേഹം അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ബിസിനസ്സുകാരൻ ഗുഡ്സോ സർവീസോ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൈസിൻ്റെ ഒപ്പം തന്നെ ടാക്സ് എമൗണ്ടും ചേർത്ത് ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. അങ്ങനെ ഈ ബിസിനസ്സുകാരൻ അടച്ചു വയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റാണ്. പിന്നീട് ഈ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഗുഡ്സും സർവീസും ആർക്കാണ് വിൽക്കുന്നത്, ഈ ബിസിനസ്സുകാരൻ, ഈ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന വാങ്ങി വെച്ചിരിക്കുന്ന ഈ ഗുഡ്സും സർവീസും ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സിനെ ഇദ്ദേഹം വിൽക്കുന്നു. എന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ ഒപ്പം തന്നെ എന്ത് കളക്ട് ചെയ്യുന്നു, പ്രൈസിൻ്റെ ഒപ്പം തന്നെ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അങ്ങനെ ബിസിനസ്സുകാരൻ സെയിൽ മുഖേന കളക്ട് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് ടാക്സ് അഥവാ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് ലയബിലിറ്റിയാണ്.
കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം ഒരു ടാക്സ് എമൗണ്ട് സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്നു. അങ്ങനെ അദ്ദേഹം അടയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്ന ഈ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കറണ്ട് അസറ്റാണ്. പിന്നീട് ഇദ്ദേഹം ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കൊടുത്ത് ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗുഡ്സും സർവീസും ഇദ്ദേഹം ആർക്ക് വിൽക്കുന്നു, കസ്റ്റമറിന് വിൽക്കുന്നു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയോടൊപ്പം തന്നെ എന്ത് കളക്ട് ചെയ്യുന്നു, ടാക്സ് കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിന് ഗുഡ്സും സർവീസും വിൽക്കുന്നത് വഴി കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലയബിലിറ്റിയാണ്. ബിക്കോസ് ഇദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാനുള്ളതാണ്, ഇദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് അടയ്ക്കാനുള്ളതാണ്. ഇവിടെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ അങ്ങനൊരു ടൈം ഈ ഒരു സമയത്താണ് GSTയുടെ അകത്ത് ഉപയോഗിക്കുന്നത്. എന്തിനാണ് GSTയുടെ അകത്ത് ഇങ്ങനെയൊരു ടൈം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഈ സെയിൽസ് ടാക്സ് എമൗണ്ടിൻ്റെ അഥവാ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 10 രൂപ ടാക്സ് അടച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 10 രൂപ ടാക്സ് അടച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഈ സെയിം പ്രൊഡക്റ്റ് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് വിറ്റു. ഓക്കെ, കസ്റ്റമറിനെ വിറ്റിട്ട് കസ്റ്റമറുടെ സെയിൽ മുഖേന കസ്റ്റമറിന് ഈ സെയിം പ്രോഡക്റ്റ് വിറ്റു. ഒരു ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് 10 രൂപ ടാക്സ് കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് സെയിൽ മുഖേന കസ്റ്റമറിന് വിറ്റു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 15 രൂപ ടാക്സ് കളക്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഈ ബിസിനസ്സുകാരൻ ഈ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് എത്രയാണ് ഇദ്ദേഹം അടച്ചു വെച്ചേക്കുന്നത്, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ 10 രൂപ ടാക്സ് അടച്ചു വെച്ച് ഈ ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഈ ഒരു ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇതേ സെയിം പ്രോഡക്റ്റ് കസ്റ്റമറിന് വിറ്റിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് അഥവാ ഔട്ട്പുട്ട് ടാക്സ് എത്ര രൂപയാണ്, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഈ ബിസിനസ്സുകാരൻ ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ടാക്സ് അടച്ചിട്ട് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയേക്കുന്നത്. ഈ ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ടാക്സ് അടച്ചിട്ട് വാങ്ങിയിരിക്കുന്ന ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കസ്റ്റമറിന് ഇട്ടേക്കുന്നത്. എന്നിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്ത് വെക്കുകയാണ്, ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്ത് വെക്കുകയാണ്. വാസ്തവത്തിൽ ഈ ബിസിനസ്സുകാരൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയറുടെ കൈകളിൽ നിന്ന് ഈ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു മീഡിയേറ്ററായിട്ട് വർത്തിച്ചു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാസ്തവത്തിൽ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത് ആരാണ്, ഈ പ്രോഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത് കസ്റ്റമറാണ്. ഇത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. എന്നാൽ ഈ ബിസിനസ്സുകാരൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് 10 രൂപ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് സപ്ലയർ മുഖേന പേ ചെയ്തു. അതേ സെയിം പ്രോഡക്റ്റ് ഈ ബിസിനസ്സുകാരൻ കസ്റ്റമറിന് വിറ്റു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 15 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹം ഓൾറെഡി 10 രൂപ ടാക്സ് അടച്ചായിരുന്നു ഇതേ സെയിം പ്രോഡക്റ്റിന്. അതിനുശേഷം ഈ പ്രോഡക്റ്റിന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയാണ്, 15 രൂപയാണ് അല്ലേ. അപ്പോൾ വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലേണ്ട ടാക്സ് എമൗണ്ട് എത്രയാണ്, എത്ര രൂപയാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബിസിനസ്സുകാരൻ വാങ്ങിയേക്കുന്നത്, ആ ടാക്സ് എമൗണ്ട് മുഴുവനായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലണം. വാസ്തവത്തിൽ ഇതേ സെയിം പ്രോഡക്റ്റിന് ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന എത്ര രൂപ ടാക്സ് അടച്ചായിരുന്നു, ഇൻപുട്ട് ടാക്സ് 10 രൂപ അടച്ചു വെച്ചായിരുന്നു. എന്നാൽ ആക്ച്വലി ആ പ്രോഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് പ്രോഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, പ്രോഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 15 രൂപയാണ് അല്ലേ. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് അഥവാ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്ന മൊത്തം എത്ര രൂപയാണ്, 15 രൂപയാണ്. ഈ ബിസിനസ്സുകാരൻ അടച്ച ടാക്സ് എമൗണ്ട്
അതുപോലെ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ടും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 10 രൂപ അടച്ച് ഈ ബിസിനസ്സുകാരൻ 10 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബിസിനസ്സുകാരൻ 10 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സെയിം പ്രോഡക്റ്റ് ഈ ബിസിനസ്സുകാരൻ 10 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം പ്രോഡക്റ്റ് സെയിൽ മുഖേന കസ്റ്റമർക്ക് കൊടുക്കുന്നു. 15 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് 15 രൂപയാണ്. ഓൾറെഡി 10 രൂപ ഈ ഒരു പ്രോഡക്റ്റിന് ഈ ബിസിനസ്സുകാരൻ നേരത്തെ അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് കസ്റ്റമർ തന്നിരിക്കുന്ന 15 രൂപയിൽ നിന്നും 10 രൂപ കുറയ്ക്കുന്നു. അതായത് ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി ഈ ബിസിനസ്സുകാരൻ്റെ 15 രൂപയാണ്. ഓൾറെഡി 10 രൂപ അടച്ചേക്കുന്നതുകൊണ്ട് ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി 15 രൂപയിൽ നിന്നും ഇദ്ദേഹം അടച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കുറയ്ക്കുകയും ബാക്കി എത്ര രൂപയാണോ കൂടുതലായിട്ടുള്ളത് ആ 5 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ഇദ്ദേഹം ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി അഥവാ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് എത്രയോ അതിൽ നിന്നും ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കുറയ്ക്കുകയും ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 5 രൂപ ടാക്സ് എമൗണ്ട് ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ലൈബിലിറ്റി ആയിട്ട് പേ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ജി എസ് ടിയുടെ അകത്ത് സംഭവിക്കുന്നത്. ഈ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ആണ്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കറണ്ട് അസറ്റാണ്. ഇനി ആ ബിസിനസ്സുകാരൻ ഈ ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സും സർവീസും ആർക്ക് വിൽക്കുന്നു, കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് സെയിൽസ് ടാക്സ് അഥവാ ഔട്ട്പുട്ട് ടാക്സ്. അത് ബിസിനസ്സുകാരൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനുള്ളതാണ്. ഈ ലൈബിലിറ്റി വിളിക്കുന്ന ഇങ്ങനെ ഗവൺമെൻറ്റിലേക്ക് ഇങ്ങനെ ഈ ബിസിനസ്സുകാരൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട ഈ ടാക്സ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് ലൈബിലിറ്റിയാണ്. ഇങ്ങനെ ഈ ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരൻ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്തപ്പോൾ സപ്ലയർ മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സും അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ബിസിനസ്സുകാരൻ അതേ സെയിം പ്രോഡക്റ്റ് കസ്റ്റമറിന് വിറ്റതിന് ശേഷം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സും തമ്മിൽ ക്ലെയിം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് റൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് മുഖേന ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്സ് ആണ് ജി എസ് ടിയുടെ അകത്ത് ഒരു ബിസിനസ്സുകാരൻ അടച്ചു വെക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. പർച്ചേസ് മുഖേന ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെ, പർച്ചേസ് ടാക്സ് അഥവാ ഇൻപുട്ട് ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻപുട്ട് ടാക്സ് ടൈപ്പ് ജി എസ് ടിയുടെ അകത്ത് ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വയ്ക്കുന്ന ഏതൊരു ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നതും ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കറണ്ട് അസറ്റാണ്. ഓക്കെ, കറണ്ട് അസറ്റാണ്. ഇനി ഏതൊക്കെ രീതിയിലുള്ള ടാക്സ് ടൈപ്പുകളാണ് ജി എസ് ടിയുടെ അകത്ത ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വെക്കുന്നത്. അദ്ദേഹം ഹോം സ്റ്റേറ്റ് പർച്ചേസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഹോം സ്റ്റേറ്റ് പർച്ചേസ് മീൻസ് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറുടെ കയ്യിൽ കൊടുക്കുന്ന ടാക്സ് ടൈപ്പുകളാണ് ഇൻപുട്ട് സി ജി എസ് ടിയും അതുപോലെ തന്നെ ഇൻപുട്ട് എസ് ടി എന്ന് പറയുന്നത്. ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ കേരളത്തിൽ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ ഗുഡ്സിൻ്റെയും വിലയോടൊപ്പം കൊടുക്കുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് 2 രീതിയിലായിരിക്കും. ഫസ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് സി ജി എസ് ടി അഥവാ സെൻട്രൽ ഗവൺമെൻറ് ഞാൻ പേ ചെയ്യുന്ന ഐ ജി എസ് ടി എന്ന് പറയുന്ന വലിയ ടാക്സ് സിസ്റ്റത്തിൽ പേ ഓഫ് ആയി പോകുന്ന ഇൻപുട്ട് സി ജി എസ് ടി അഥവാ ഞാൻ ഈ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ കേരളത്തിൽ തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പേന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കരുതുക. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൽ തന്നെ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ കേരളത്തിൽ തന്നെ
സപ്ലയറുടെ കയ്യിൽ നിന്ന്, കേരളത്തിൽ തന്നെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു പെൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ടാക്സ് എന്ന് പറയുന്നത് 2 രൂപയാണ്. ടോട്ടൽ മൊത്തം 12 രൂപ ഞാൻ എന്ത് കൊടുക്കണം, ആ സപ്ലയർക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ 2 രൂപ ഇതിൻ്റെ അകത്ത് ടാക്സ് എമൗണ്ടിൽ ഞാൻ പേ ചെയ്യുന്ന ഈ പർച്ചേസ് ടാക്സ് ആയ ഈ 2 രൂപയിൽ, പർച്ചേസ് ടാക്സ് അഥവാ ഇൻപുട്ട് ടാക്സ് ആയ ഈ 2 രൂപയിൽ 1 രൂപ എന്ന് പറയുന്നത് ഇൻപുട്ട് CGST ആയിട്ട് അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും പോകുന്നത്. ബാക്കി 1 രൂപ എന്ന് പറയുന്നത് ഇൻപുട്ട് SGST ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും പോകുന്നത്. ഇതാണ് ഫസ്റ്റ് ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഹോം സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഹോം സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഒരു ബിസിനസ് ഹോം സ്റ്റേറ്റ് പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGST ആയിരിക്കും. കേരളത്തിലൊരു ബിസിനസ്സുകാരൻ അദ്ദേഹം പേന എന്ന് പറയുന്ന 10 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, 2 രൂപ ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 രൂപ ടാക്സ് എമൗണ്ടിൽ കേരളത്തിലെ സപ്ലയർക്ക് ഈ പേന എന്ന് പറയുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ടായി 2 രൂപയിൽ 1 രൂപ എന്ന് പറയുന്നത് ഇൻപുട്ട് CGST ആയിട്ടും ബാക്കി റിമൈനിങ് ബാലൻസ് 1 രൂപ ഇൻപുട്ട് SGST ആയിട്ടായിരിക്കും ഇദ്ദേഹം അടച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ GST അടുത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അദ്ദേഹം സ്വന്തം സ്റ്റേറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹം അതാത് സ്റ്റേറ്റിൽ സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. ഇങ്ങനെ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ടിൽ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയോ ആ ടാക്സ് എമൗണ്ടിൽ മൊത്തം IGST എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സ് ആയിരിക്കും അടയ്ക്കുന്നത്. ആ IGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ടിൽ 2 രൂപ അടയ്ക്കുന്നുണ്ട് IGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട്. അതിൻ്റെ അകത്ത് 1 രൂപ സെൻട്രൽ ഗവൺമെൻറ് അവകാശപ്പെട്ട പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് CGST എന്ന് പറയുന്നത്. 1 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് അവകാശപ്പെട്ട പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് SGST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു തരാം, ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന അടച്ചു വെക്കുന്ന ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് കാര്യം, ഹോം സ്റ്റേറ്റ് പർച്ചേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം സ്വന്തം സ്റ്റേറ്റിൽ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇദ്ദേഹം അടച്ചു വയ്ക്കുന്ന IGST എന്ന് പറയുന്ന ടാക്സ് ടൈപ്പിൽ പകുതി ടാക്സ് എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പകുതി ടാക്സ് എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെൻറ് പോകുന്ന ടാക്സ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് CGST എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് പോകുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് SGST എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങുന്നത്, ഇപ്പോൾ കേരളത്തിലൊരു ബിസിനസ്സുകാരൻ അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങുന്നത്, പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങിയേക്കുന്നത് സപ്ലയർ തമിഴ്നാട്ടിലുള്ള ആളാണ്. സപ്ലയർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആളാണ്, തമിഴ്നാട്ടിലെ ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് IGST ആയിരിക്കും. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങുന്നത് സ്വന്തം സ്റ്റേറ്റിൽ നിന്നല്ല വേറൊരു സ്റ്റേറ്റിലെ സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇദ്ദേഹം പർച്ചേസ് മുഖേന അടച്ചു വയ്ക്കുന്ന ടാക്സ് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് IGST എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിലെ ബിസിനസ്സുകാരൻ തമിഴ്നാട്ടിലെ സപ്ലയറുടെ കയ്യിൽ നിന്നും 10 രൂപ വിലയുള്ളൊരു പേന വാങ്ങി ഇദ്ദേഹം 2 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു. ആ ടാക്സ് എമൗണ്ട് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് ചെല്ലുന്നു? സെൻട്രൽ ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇദ്ദേഹം വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴി ഇദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് IGST എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് യൂണിയൻ ടെറിട്ടറി പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിയൻ ടെറിട്ടറി, ഇപ്പം മാഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബിസിനസ്സുകാരൻ മാഹി എന്ന് പറയുന്ന സ്ഥലത്തെ സപ്ലയറുടെ കയ്യിൽ നിന്ന്
ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കരുതുക. ഓക്കെ, യൂണിയൻ ടെറിട്ടറി ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിലെ ഒരു ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നത് യൂണിയൻ ടെറിട്ടറി മേഖലയിൽ പെട്ടിരിക്കുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന വഴി അടച്ചു വയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഏതൊക്കെ ടൈപ്പ് എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് മാഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബിസിനസ്സുകാരൻ മാഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി മേഖലയിലെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നു? അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. പേന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. പേനയുടെ വില എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 2 രൂപയാണ്. ഓക്കെ, അപ്പോൾ യൂണിയൻ ടെറിട്ടറി മേഖലയിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം യൂണിയൻ ടെറിട്ടറി മേഖലയിൽ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന പർച്ചേസ് ടാക്സ് അഥവാ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ആയിട്ടുള്ള IGST എമൗണ്ട് ഈ 2 രൂപ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അത് ഏതൊക്കെ ടാക്സ് ടൈപ്പായിട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻപുട്ട് UTGST എന്ന് പറഞ്ഞുകൊണ്ട് 1 രൂപയും, അതുപോലെ തന്നെ ഇൻപുട്ട് CGST അഥവാ ഇൻപുട്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് 1 രൂപയും പോകുന്നു. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് ചെയ്യുന്നത് യൂണിയൻ ടെറിട്ടറി മേഖലയിൽ പെട്ടിരിക്കുന്ന അതായത് യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള ഒരു പർച്ചേസാണ് നടക്കുന്നതെങ്കിൽ യൂണിയൻ ടെറിട്ടറി മേഖലയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന്. ഇദ്ദേഹം പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് അഥവാ IGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് അഥവാ പർച്ചേസ് ടാക്സ് അഥവാ ഇൻപുട്ട് ടാക്സ് അദ്ദേഹം സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്നു. അന്നേരം ഇദ്ദേഹം അടയ്ക്കുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഇൻപുട്ട് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻപുട്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, ഇവിടെ യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ മാഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി മേഖലയിലെ ഒരു ബിസിനസ്സുകാരൻ മാഹിയിലെ തന്നെ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നാണ് 10 രൂപ വിലയുള്ള ഒരു പേന പർച്ചേസ് ചെയ്തു 2 രൂപ ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് മാഹിയിലെ ബിസിനസ്സുകാരൻ മാഹിയിലെ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. പ്രൊഡക്റ്റിൻ്റെ വില 10 രൂപ, ടാക്സ് എമൗണ്ട് 2 രൂപ. ഇദ്ദേഹം അടച്ചു വയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്ന IGST ആണ്. ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന പർച്ചേസ് അഥവാ ഇൻപുട്ട് ടാക്സ് എമൗണ്ടിൽ ഒരു പോർഷൻ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ ടെറിട്ടറി അതോറിറ്റിക്കും ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ഇൻപുട്ട് CGST എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും ചെന്ന് ചേരുന്നു. ഇത്രയുമാണ് പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഒരു വ്യക്തി അടച്ചു വയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന 3 രീതിയിലുള്ള 3 നേച്ചറുള്ള പർച്ചേസ് ട്രാൻസാക്ഷൻ വഴി ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വയ്ക്കുന്ന ടാക്സ് ടൈപ്പുകളെ പൊതുവേ നമുക്ക് 3 ആയിട്ട് തരംതിരിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം 4 ആയിട്ട് തരംതിരിച്ച് പറയാം. ഒന്ന് ഇൻപുട്ട് CGST അഥവാ യൂണിയൻ ടെറിട്ടറി GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം സ്വന്തം സ്റ്റേറ്റിൽ നിന്നാണ് സ്വന്തം സ്റ്റേറ്റിലെ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ഇദ്ദേഹം കൊടുക്കുന്ന ടാക്സ് ടൈപ്പുകളാണ് ഇൻപുട്ട് CGST എന്നും ഇൻപുട്ട് SGST എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാക്സ് ടൈപ്പ് ഏതാണ്? ഇൻപുട്ട് CGST, അതുപോലെ തന്നെ ഇൻപുട്ട് SGST. ഓക്കെ, പിന്നെ അടുത്ത ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം സാധനം പർച്ചേസ് ചെയ്യുന്നത് വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ്. അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിന് ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻപുട്ട് IGST ആണ്. ഓക്കെ, ഇൻപുട്ട് IGST ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം അടച്ചേക്കുന്ന ടാക്സ് ടൈപ്പുകളാണ് ഇൻപുട്ട് UTGST എന്നും ഇൻപുട്ട് SGST എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് UTGST. ഇത്രയും ടാക്സ് ടൈപ്പുകളാണ് ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അഥവാ പർച്ചേസ് ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഓക്കെ,
അപ്പോൾ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വച്ചിരിക്കുന്ന ടാക്സ് ടൈപ്പുകളാണ് ഇൻപുട്ട് സി ജി എസ് ടി, ഇൻപുട്ട് എസ് ജി എസ് ടി, ഇൻപുട്ട് ഐ ജി എസ് ടി, ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്നത്. ഈ ടാക്സുകൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വച്ചിരിക്കുന്ന ഈ ടാക്സുകളൊക്കെയും ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കറണ്ട് അസറ്റാണ്. ഇദ്ദേഹത്തിന് ഈ അടച്ചു വച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ടാക്സ് അഥവാ ഔട്ട്പുട്ട് ടാക്സ്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ആണ് ഔട്ട്പുട്ട് ടാക്സ് അഥവാ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലയബിലിറ്റിയാണ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അടയ്ക്കാനുള്ളതാണ്. ഇത് ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലയബിലിറ്റിയാണ്. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് അഥവാ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് വിറ്റിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഔട്ട്പുട്ട് ടാക്സ് ടൈപ്പുകളാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇദ്ദേഹം ഇപ്പോൾ ജി എസ് ടിയുടെ അകത്ത് കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ജി എസ് ടിയുടെ അകത്ത് കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു കസ്റ്റമർക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? കസ്റ്റമർക്ക് ഇദ്ദേഹം പേന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു. ഓക്കെ, കേരളത്തിൽ തന്നെ ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലെ തന്നെ കസ്റ്റമർക്ക് സെയിൽ മുഖേന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. അന്നേരം ഇദ്ദേഹം പ്രൊഡക്റ്റിൻ്റെ വില 10 രൂപയാണ്. പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ. അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 2 രൂപ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ബിസിനസ്സുകാരൻ കേരളത്തിൽ തന്നെ കസ്റ്റമേഴ്സിന് ഒരു സെയിൽ മുഖേന പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിറ്റു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് 10 രൂപ, പ്രൊഡക്റ്റിൻ്റെ വില 10 രൂപ, ടാക്സ് എന്ന് പറയുന്നത് 2 രൂപ. ഈ 2 രൂപ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ആണ്. കാരണം ജി എസ് ടിയുടെ അകത്തെയുള്ള മൊത്തത്തിലുള്ള എല്ലാ ടാക്സ് എമൗണ്ടുകളെയും അല്ലെങ്കിൽ ജി എസ് ടിയുടെ അകത്ത് ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേനയും സെയിൽ മുഖേനയും കളക്ട് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഐ ജി എസ് ടി എന്ന് പറയുന്നത്. സെയിൽ മുഖേന ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വിട്ടിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ഐ ജി എസ് ടി. ഇങ്ങനെ കേരളത്തിൽ തന്നെ ഹോം സ്റ്റേറ്റ് പർച്ചേസ് നടന്നു കഴിഞ്ഞാലാണ് ഇദ്ദേഹം കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിൽ തന്നെ ബിസിനസ്സുകാരൻ കേരളത്തിൽ തന്നെ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. ആ പ്രൊഡക്റ്റ് വഴി ഇദ്ദേഹം ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു. 2 രൂപ ടാക്സ് കളക്ട് ചെയ്തു. ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ കേരളത്തിൽ തന്നെ കസ്റ്റമറിന് പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിറ്റിട്ട് 2 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. ഇദ്ദേഹം കളക്ട് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയ ഐ ജി എസ് ടി 2 രൂപത്തിലായിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഒന്ന് ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറഞ്ഞു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു പോകും 1 രൂപ. ബാക്കി 1 രൂപ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറഞ്ഞു പോകും, അഥവാ 1 രൂപ. ഓക്കെ, ഈ 2 രൂപ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എന്താണ് 1 രൂപയും 1 രൂപയാക്കി മാറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലെ തന്നെ കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നു. ആ പ്രോഡക്റ്റ് വിൽക്കുന്നത് വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന 2 രൂപ ടാക്സ് എമൗണ്ട് അഥവാ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട്. അതിൻ്റെ അകത്ത് ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ് അവകാശപ്പെട്ടതായിരിക്കും, ബാക്കി ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അവകാശപ്പെട്ടതായിരിക്കും. ഈ 2 രൂപ എന്ന് പറയുന്ന ടാക്സ് എമൗണ്ടിൽ 1 രൂപ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറഞ്ഞു പോകുന്നു. ബാക്കി 1 രൂപ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറഞ്ഞു പോകുന്നു. സെൻട്രൽ ഗവൺമെൻറ് അവകാശപ്പെട്ട പോർഷനാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു പോകുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അവകാശപ്പെട്ട പോർഷനാണ് എസ് ജി എസ് ടി എന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടിരിക്കുന്ന ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അവകാശപ്പെട്ടിരിക്കുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോം സ്റ്റേറ്റ് പർച്ചേസ് മുഖേന ഹോം സ്റ്റേറ്റ് ഒരു ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഹോം സ്റ്റേറ്റ് സെയിൽ മുഖേന, അതല്ല എങ്കിൽ അദ്ദേഹം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സ്റ്റേറ്റിലെ കസ്റ്റമർക്ക് തന്നെ അദ്ദേഹം ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് സി ജി എസ് ടിയും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കേരളത്തിൽ തന്നെ ഇൻട്രസ്റ്റേറ്റ് സെയിലാണ് നടക്കുന്നത്. ഓക്കെ, കേരളത്തിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ്
കേരളത്തിന് വെളിയിലുള്ള ഒരു സ്റ്റേറ്റിലെ കസ്റ്റമർക്ക് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഏത് ടൈപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിന് വെളിയുള്ള അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ഉള്ള സ്റ്റേറ്റിന് വെളിയുള്ള കസ്റ്റമർക്കാണ് അദ്ദേഹം സാധനം വിൽക്കുന്നതെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഏത് ടൈപ്പാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ GSTയുടെ അകത്ത് കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇദ്ദേഹം പേന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ടാക്സ് എന്ന് പറയുന്നത് 2 രൂപയും. ഓക്കെ, ഇദ്ദേഹം ഇത് തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമറിനാണ് വിൽക്കുന്നത്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമറിനാണ് വിൽക്കുന്നത്. ഓക്കെ, തമിഴ്നാട്ടിലെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 2 രൂപയാണ്. ഓക്കെ, കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിന് വെളിയുള്ള ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിൽക്കുന്നു. സെയിൽ മുഖേന വിൽക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വില 10 രൂപ, ടാക്സ് എന്ന് പറയുന്നത് 2 രൂപ. ഓക്കെ, ഇദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന സെയിൽസ് ടാക്സ് അഥവാ ഔട്ട്പുട്ട് ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് IGST ആയിരിക്കും. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും സ്വന്തം സ്റ്റേറ്റിന് വെളിയുള്ള ഒരു കസ്റ്റമറാണ് പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് IGST ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി സെയിൽ. അതായത് ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള ഒരു കസ്റ്റമറിന് എന്താണ് പേന എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. ഓക്കെ, പേൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. അതുവഴി എന്താണ് അദ്ദേഹം യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. അതുവഴി അദ്ദേഹം കളക്ട് ചെയ്യുന്ന സെയിൽസ് ടാക്സ് ടൈപ്പ് ഔട്ട്പുട്ട് സെയിൽസ് ടാക്സ് ടൈപ്പ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, GSTയുടെ രജിസ്ട്രേഷൻ യൂണിയൻ ടെറിട്ടറി മേഖല എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് യൂണിയൻ ടെറിട്ടറി മേഖലയിലെ ഒരു കസ്റ്റമറിന് വിൽക്കുന്നു. ഇവിടെ മാഹി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മാഹിയിലെ തന്നെ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിൽക്കുന്നു. ഓക്കെ, GSTയുടെ യൂണിയൻ ടെറിട്ടറി മേഖലയായ മാഹിയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയായ മാഹിയിൽ തന്നെയുള്ള ഒരു കസ്റ്റമർക്ക് പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കുന്നു. പേന എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയും അതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 2 രൂപയുമാണ്. ഓക്കെ, ഇദ്ദേഹം കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന ടാക്സിൽ 1 രൂപ ഔട്ട്പുട്ട് UTGST എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ ടെറിട്ടറി അതോറിറ്റിക്കും ബാക്കി 1 രൂപ ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും പോകുന്നു. ഓക്കെ, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി മാഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി മേഖലയിലെ ബിസിനസ്സുകാരൻ അദ്ദേഹം സെയിൽ മുഖേന പെൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂണിയൻ ടെറിട്ടറി മേഖലയായ മാഹിയിലുള്ള തന്നെ കസ്റ്റമറിന് കൊടുക്കുന്നു. കസ്റ്റമർ പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്ന 10 രൂപ, ടാക്സ് എന്ന് പറയുന്നത് 2 രൂപ. ഇദ്ദേഹം കളക്ട് ചെയ്യുന്ന ഈ 2 രൂപ ടാക്സിൽ ഇദ്ദേഹം 1 രൂപ ഔട്ട്പുട്ട് UTGST ആയിട്ടും ഔട്ട്പുട്ട് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റിനും ബാക്കി 1 രൂപ ഔട്ട്പുട്ട് CGST ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ യൂണിയൻ ടെറിട്ടറി മേഖലയിൽ ഉള്ള ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയിലെ കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? ഔട്ട്പുട്ട് UTGSTയും ഔട്ട്പുട്ട് CGSTയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെയിൽ മുഖേന ഒരു ബിസിനസ്സുകാരൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സെയിൽസ് ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? അഥവാ സെയിൽസ് ടാക്സ് ടൈപ്പ് അഥവാ ഔട്ട്പുട്ട് ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയായിരിക്കും? ഔട്ട്പുട്ട് ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് 4 രീതിയിലാണ്. ഹോം സ്റ്റേറ്റ് സെയിലാണ് നടക്കുന്നതെങ്കിൽ, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൽ തന്നെ കസ്റ്റമറാണ് പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് CGSTയും അതുപോലെ തന്നെ രണ്ടാമത്തെ ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് SGST ആയിരിക്കും അല്ലേ. ഇനി അടുത്ത ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമറിനാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് IGST ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റേറ്റ് സെയിൽ നടത്തുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ സ്റ്റേറ്റിന് വെളിയിലുള്ള ഒരു കസ്റ്റമറിനാണ് സെയിൽ നടത്തുന്നതെങ്കിൽ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പുകൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഔട്ട്പുട്ട് IGST ആയിരിക്കും. ഇനി യൂണിയൻ ടെറിട്ടറി മേഖലയുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ യൂണിയൻ ടെറിട്ടറി മേഖലയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ യൂണിയൻ ടെറിട്ടറി മേഖലയിലുള്ള ഒരു കസ്റ്റമറാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത്. അന്നേരം കളക്ട് ചെയ്യുന്ന ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയായിരിക്കും? ഔട്ട്പുട്ട് UTGSTയും ഔട്ട്പുട്ട് CGSTയും ആയിരിക്കും. ഔട്ട്പുട്ട്
UTGST ആയിരിക്കും അടുത്ത ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ഔട്ട്പുട്ട് UTGST ഇത്രയും ടാക്സ് ടൈപ്പുകളാണ് ഉള്ളത്. സെയിൽ മുഖേന കസ്റ്റമർ കളക്ട് ചെയ്തിരിക്കുന്ന ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലയബിലിറ്റിയാണ്. അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പർച്ചേസ് മുഖേന ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് സെയിൽ മുഖേന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ റൂളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഈ അസറ്റുകൾ ഏതൊക്കെയാണ്? പർച്ചേസ് മുഖേന GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പർച്ചേസ് മുഖേന പല ടൈപ്പിലാണ് ഇൻപുട്ട് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്. ഈ അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് മൊത്തം ഇദ്ദേഹത്തിൻ്റെ അസറ്റാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇദ്ദേഹം സെയിൽ വഴി കളക്ട് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്, നമുക്കറിയാം ബിസിനസ്സിൻ്റെ റൂൾ ഇങ്ങനെയാണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രി റൂൾ അല്ലേ. ലയബിലിറ്റി ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യുകയും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇതാണ് നമ്മുടെ റൂൾ. ഈ ഒരു ഗോൾഡൻ റൂളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഉപയോഗിക്കുന്നത്. GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സെയിൽ മുഖേന അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നു. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന റൂൾ ഇങ്ങനെയാണ്. നമ്മുടെ മോഡേൺ റൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. അസറ്റ് കൂടുമ്പോൾ അതിനെന്ത് ചെയ്യും? അസറ്റ് കൂടുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറയുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യും? ലയബിലിറ്റി കുറയുമ്പോൾ നമ്മളതിനെ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി കൂടുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, GSTയുടെ മോഡേൺ റൂൾ ഇങ്ങനെയാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. GSTയുടെ അല്ല, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മോഡേൺ റൂൾ ഇങ്ങനെയാണ്. ബിസിനസ്സിൽ അസറ്റ് കൂടുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് കുറയുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റിയാണ് ബിസിനസ്സിൽ കൂടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റിയാണ് കുറയുന്നതെങ്കിൽ നമ്മളതിനെന്ത് ചെയ്യുന്നു? നമ്മളതിനെ ലയബിലിറ്റിയാണ് കൂടുന്നതെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, വാസ്തവത്തിൽ ബിസിനസ്സിൽ ഇരിക്കുന്ന ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിസിനസ്സിലെ തന്നെ ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് GST എടുത്ത് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ലയബിലിറ്റി നമുക്ക് ഡിക്രീസ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് IGST എന്ന് പറയുന്ന നമ്മുടെ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിക്രീസ് ചെയ്യാവുന്ന കറണ്ട് ലയബിലിറ്റികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി ഏറ്റവും ആദ്യം ഡിക്രീസ് ചെയ്യണം. പിന്നീട് ഡിക്രീസ് ചെയ്യാവുന്ന കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഔട്ട്പുട്ട് CGST ആണ്. പിന്നീട് ഡിക്രീസ് ചെയ്യാവുന്ന കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് SGST ആണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് IGSTയിൽ ഒരു 100 രൂപ കടക്കുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, ഔട്ട്പുട്ട് IGSTയിൽ ഒരു 50 രൂപ ടാക്സായിട്ട്, അതായത് ഇപ്പോൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ 100 രൂപ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് IGST ആയിട്ട് കറണ്ട് അസറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം ഔട്ട്പുട്ട് IGST ആയിട്ട് സെയിൽ മുഖേന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10 രൂപ ടാക്സ് എമൗണ്ട് എന്താണ്? ഔട്ട്പുട്ട് CGST ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്.
ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആയിട്ടും യു ടി ജി എസ് ടി ആയിട്ടും 10 രൂപ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ഈ അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയും ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയും കുറയ്ക്കാൻ പറ്റും. എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ലയബിലിറ്റിയും കുറയുന്നു, അസറ്റും കുറയുന്നു അല്ലേ. ഇവിടെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി നമ്മൾ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി എങ്ങനെ വന്നെ, നമ്മുടെ ജി എസ് ടിയുടെ റൂൾ അനുസരിച്ചുകൊണ്ട് ലയബിലിറ്റി കുറയുന്നതുകൊണ്ട് അല്ല, നമ്മുടെ അക്കൗണ്ടിങ് റൂൾ അനുസരിച്ചുകൊണ്ട് നമ്മളെന്താണ് ലയബിലിറ്റി കുറയുന്നതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് കുറയുന്നതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ലയബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് റൂളാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻപുട്ട് ടാക്സ് അസറ്റ്, അതാണ് റൂള്. കാരണം ലയബിലിറ്റിയും കുറയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുന്നതുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും, ഔട്ട്പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ഐ ജി എസ് ടി. അതായത് ഇവിടെ 100 രൂപ അസറ്റ് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ഐ ജി എസ് ടി 50 രൂപ കൊടുക്കാനുണ്ട് അല്ലേ. ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി 50 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻട്രി എങ്ങനെ വരും, ഈ 100 രൂപയിൽ നിന്നും 50 രൂപ എന്ന ഈ 100 രൂപ അസറ്റിൽ നിന്നും 100 രൂപ ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന അസറ്റിൽ നിന്നും 50 രൂപ ഔട്ട്പുട്ട് ഐ ജി എസ് ടി ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റിയും കുറയുന്നു, ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന അസറ്റും കുറയുന്നു. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കുറയുന്നതുകൊണ്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻപുട്ട് ഐ ജി എസ് ടി 50 രൂപ ലയബിലിറ്റിയും കുറഞ്ഞു, 50 രൂപ അസറ്റും കുറഞ്ഞു. ഇതാണ് ഫസ്റ്റ് എൻട്രി. ഇനി രണ്ടാമത്തെ എൻട്രി എങ്ങനെയാണ്, ഇവിടെ ബാക്കി റിമൈനിങ് 50 രൂപ കിടക്കുന്നുണ്ട് നമുക്ക് അല്ലേ. 100 രൂപ 50 രൂപ ഔട്ട്പുട്ട് ഐ ജി എസ് ടി കുറച്ച് ബാക്കി 50 രൂപ 100 രൂപ ഉണ്ടായിരുന്നു മൊത്തം ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന അസറ്റ്. 50 രൂപ കുറച്ചപ്പോൾ ബാക്കി 50 രൂപ ബാക്കി വന്നു അല്ലേ. ഇനി അതിൽ നിന്നെടുത്ത് നമുക്ക് എങ്ങോട്ട് കൊടുക്കാം, ബാക്കിയുള്ള 2 കറണ്ട് ലയബിലിറ്റിയിലേക്ക് കൊടുക്കാം. ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് സി ജി എസ് ടിയിലേക്കും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയിലേക്കും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ഈ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി ഔട്ട്പുട്ട് ലയബിലിറ്റികളായ ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ എൻട്രി എങ്ങനെ വരും, ഇവിടെ കുറയുന്ന കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടിയുമാണ് അല്ലേ. അപ്പോൾ കുറയുന്ന ലയബിലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും, കുറയുന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എൻട്രി എങ്ങനെ വരും, രണ്ടാമത്തെ അത് ഒരുമിച്ച് എഴുതാം. ഔട്ട്പുട്ട് സി ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര കൊടുക്കാനുണ്ട് ലയബിലിറ്റി ആയിട്ട്, 10 രൂപ ലയബിലിറ്റി കുറയുന്നതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും എന്താണ്, ഈ രണ്ട് ഒന്നുകിൽ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി, ഇത് രണ്ടും ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹോം സ്റ്റേറ്റ് സെയിലായിരുന്നെങ്കിൽ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എടുത്തേനെ, യൂണിയൻ ടെറിട്ടറി സെയിലാണെങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി നമ്മൾ എടുത്തേക്കണേ. ഇതിൻ്റെ അകത്ത് ഏതാണോ ഓപ്ഷൻ ട്രാൻസാക്ഷൻ അനുസരിച്ച് നോക്കിയാൽ മതി. സ്റ്റേറ്റ് സെയിലാണ് നടന്നേക്കുന്നതെങ്കിൽ നമ്മൾ ഏതെടുക്കും, എസ് ജി എസ് ടി എടുക്കും. യൂണിയൻ ടെറിട്ടറി സെയിലാണ് നടന്നേക്കുന്നതെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് യു ടി ജി എസ് ടി ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. യൂണിയൻ ടെറിട്ടറി മേഖലയിൽ നടന്നിരിക്കുന്ന സെയിലാണെങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി ആയിരിക്കും എസ് ജി എസ് ടിക്ക് പകരം തന്നെ. ഇനി സ്റ്റേറ്റ് സെയിലാണ് നടന്നേക്കുന്നതെങ്കിൽ വന്നേക്കുന്ന ഏതായിരിക്കും, ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആയിരിക്കും. അതായത് കേരള ടു കേരള സെയിലാണ് നടന്നേക്കുന്നതെങ്കിൽ ഏതായിരിക്കും, നമ്മൾ ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആയിരിക്കും ടാക്സ് ടൈപ്പായിട്ട് എടുക്കുന്നത്. ഇനി മാഹി ടു മാഹി അഥവാ യൂണിയൻ ടെറിട്ടറി മേഖല ടു യൂണിയൻ ടെറിട്ടറി മേഖല സെയിലാണ് നടന്നേക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരിക്കും. എന്താണെങ്കിലും ഈ ഒരു രണ്ടും തുല്യം തന്നെയാണ് അല്ലേ. സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് കിട്ടുന്ന പോർഷനാണ്. ഇതിൻ്റെ അകത്ത് സെയിൽ മുഖേന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയ ഔട്ട്പുട്ട് എസ് ജി എസ് ടി അഥവാ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി നമ്മുടെ ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ച് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ഔട്ട്പുട്ട് കുറയുന്ന ലയബിലിറ്റി എന്ന് പറയുന്ന ഔട്ട്പുട്ട് എസ് ജി എസ് ടി അല്ല എങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ 10 രൂപ ടു ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറഞ്ഞെഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഇത്, സെക്കൻഡ് എൻട്രി എന്ന് പറയുന്ന ഇത്, അതായത് ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഐ ജി എസ് ടി ഏറ്റവും മീറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കി റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ ഏതാണ്, ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയിലേക്ക് കൊടുക്കാം. ബാക്കി റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് സി ജി എസ് ടിന്നോ ഔട്ട്പുട്ട് എസ് ജി എസ് ടിന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റിയിലേക്ക് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നു. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകളുണ്ട്. ഇൻപുട്ട് IGST, ഇൻപുട്ട് UTGST, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകളുണ്ട് നമുക്ക്. ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകളുണ്ട്. ഈ വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റികൾ നമുക്ക് കുറച്ച് കളയണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് IGST എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റികളെ. അത് ഏതൊക്കെ ഇൻപുട്ട് ടാക്സ് IGST എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് IGST എന്ന് പറയുന്ന ഈ ഒരു കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റികളെ മീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് IGST ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് IGST എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് IGST മീറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് CGST മീറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് UTGST അല്ലെങ്കിൽ SGST മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മുടെ ഇൻപുട്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ രണ്ടാമത്തെ ഇൻപുട്ട് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് CGST ആണ്. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഹോം സ്റ്റേ പർച്ചേസ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന ടാക്സിലെ ഒരു ടാക്സ് ടൈപ്പാണ് ഇൻപുട്ട് CGST എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്ന പോർഷൻ. ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം രണ്ടാമത്തെ നമ്മുടെ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന രണ്ടാമത്തെ ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇൻപുട്ട് CGST ആണ്. ഫസ്റ്റ് ടാക്സ് ടൈപ്പ് നമ്മൾ പഠിച്ചു. ഇൻപുട്ട് IGST ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന കറണ്ട് ലയബിലിറ്റികൾ ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് ടാക്സ് കറണ്ട് ലയബിലിറ്റികൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് IGST എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് IGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST ഓർ ഔട്ട്പുട്ട് UTGST. ഇനി ഇൻപുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് CGST മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ തന്നെ ഔട്ട്പുട്ട് CGST എമൗണ്ട് ഇൻപുട്ട് CGST എമൗണ്ടിൽ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്തതിന് ശേഷവും വീണ്ടും നമുക്ക് അസറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മീറ്റ് ചെയ്യാവുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് IGST ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് അസറ്റിൽ 100 രൂപ കടക്കാമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് IGST 50 രൂപ കൊടുക്കാനുണ്ട്. ഔട്ട്പുട്ട് CGST എന്ന് പറയുന്നത് 40 രൂപയും കൊടുക്കാനുണ്ടെന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് CGST മുഖേന ഗവൺമെൻറ്റിലേക്ക് 100 രൂപ ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം കൊടുക്കാനുള്ള ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് IGST 50 രൂപയുമുണ്ട്, ഔട്ട്പുട്ട് CGST 40 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇൻപുട്ട് CGST ആയിട്ട് 100 രൂപയുണ്ട്, ഔട്ട്പുട്ട് CGST ആയിട്ട് 40 രൂപ കൊടുക്കാനുണ്ട്, ഔട്ട്പുട്ട് IGST ആയിട്ട് 50 രൂപ കൊടുക്കാനുണ്ട്. ഇദ്ദേഹം ഈ ഇൻപുട്ട് IGST എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം മീറ്റ് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന സെയിം കാറ്റഗറിയിൽപ്പെട്ട സെയിം ലയബിലിറ്റിയാണ്. ഓക്കെ, GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഹോം സ്റ്റേ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് CGST എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ടത് സ്വന്തം സ്റ്റേറ്റിൽ തന്നെ കസ്റ്റമർക്ക് വിട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് CGST ലയബിലിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ബിസിനസ്സുകാരൻ പേ ഓഫ് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്? അല്ലെങ്കിൽ ഏത് സെയിൽസ് ടാക്സ് ലയബിലിറ്റിയാണ് കുറയ്ക്കേണ്ടത്? ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് ലയബിലിറ്റിയാണ് കുറയ്ക്കേണ്ടത്. ഇവിടെ ഇൻപുട്ട് CGST ആയിട്ട് ഈ ബിസിനസ്സുകാരൻ ഇൻപുട്ട് CGST ആയിട്ട് പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് 100 രൂപ ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി ഏറ്റവും ആദ്യം കുറയ്ക്കണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ഇവിടെ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി കുറയുകയാണ്. സോ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റർ ഏത് അസറ്റ് ഉപയോഗിച്ചാൽ കുറയ്ക്കുന്നത്? ഇൻപുട്ട്
CGST എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചാണ് കുറയ്ക്കുന്നത്. ഇവിടെ 100 രൂപ ഇൻപുട്ട് CGST എന്ന് പറയുന്ന കറണ്ട് അസറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഔട്ട്പുട്ട് CGST ആയിട്ട് എത്ര രൂപ കൊടുത്താൽ മതി ലയബിലിറ്റി? ഇവിടെ ഇൻപുട്ട് CGST ആയിട്ട് നമ്മുടെ കറണ്ട് അസറ്റ് 100 രൂപയുണ്ട്. സെയിൽഡ് വഴി കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയ ഔട്ട്പുട്ട് CGST 40 രൂപയേ ഉള്ളൂ. നമുക്ക് 40 രൂപ 100 രൂപയിൽ നിന്ന് 40 രൂപ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയ ഔട്ട്പുട്ട് CGST കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് CGST എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് IGSTയുമാണ്. ആദ്യം നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ഇൻപുട്ട് ടാക്സ് CGST ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ടത് ആദ്യം ഔട്ട്പുട്ട് CGSTയാണ്. പിന്നെ റിമൈനിങ് ബാലൻസ് എന്തെങ്കിലും കടക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് CGST നിന്ന് എടുത്ത് എങ്ങോട്ട് കൊടുക്കാം? ഔട്ട്പുട്ട് IGSTയിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് CGST ഇവിടെ 100 രൂപയിൽ ബാക്കി എത്ര രൂപയായി? 40 രൂപ. ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി കുറച്ചപ്പോൾ ബാക്കി 60 രൂപയുണ്ട് നമുക്ക്. ഈ 60 രൂപയിൽ ഔട്ട്പുട്ട് IGST ആയിട്ട് ടാക്സ് ലയബിലിറ്റി നമുക്ക് പേ ചെയ്യാൻ 50 രൂപ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ആയ ഔട്ട്പുട്ട് IGST നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയ ഔട്ട്പുട്ട് IGST നമുക്ക് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന ലയബിലിറ്റി കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എൻട്രി ഇങ്ങനെ വരും: ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റ് ടു. കാരണം കുറയുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് IGST ആണ്. ലയബിലിറ്റി കുറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്ത് നിർത്തി? ഡെബിറ്റ് ചെയ്ത് നിർത്തി 50 രൂപ. ദെൻ എൻട്രി എങ്ങനെ വരും? ഇൻപുട്ട് CGST ഇതായിരിക്കും എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ GSTയുടെ അകത്ത് ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്നത് രണ്ട് രീതിയിലുള്ള ലയബിലിറ്റീസാണ്. രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസാണ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് IGSTയും. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് CGST എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ഔട്ട്പുട്ട് CGST ആണ്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് CGST എന്ന് നമ്മുടെ ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് 100 രൂപ കടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഔട്ട്പുട്ട് CGST നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 40 രൂപ കൊടുക്കാൻ പറ്റും. അതിനുശേഷം റിമൈനിങ് ബാലൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഔട്ട്പുട്ട് IGSTയിൽ കടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് CGSTയിൽ വീണ്ടും ഇൻപുട്ട് അസറ്റ് കടക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് IGST എന്ന് പറയുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് CGST എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്നത് രണ്ട് രീതിയിലുള്ള ടാക്സ് ടൈപ്പുകളാണ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് IGSTയുമാണ് മീറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ എൻട്രി എങ്ങനെ വരും? ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെപ്റ്റ് ടു ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻപുട്ട് CGST. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇൻപുട്ട് CGST ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഔട്ട്പുട്ട് SGSTയോ ഇൻപുട്ട് SGST ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഔട്ട്പുട്ട് CGSTയോ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കില്ല. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് CGST അസറ്റോ അല്ലെങ്കിൽ ഇൻപുട്ട് CGST അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് SGST ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് SGST അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് CGST ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊരു പ്രൊവിഷൻ നമ്മുടെ GSTയുടെ അകത്ത് പറയുന്നില്ല. ഇനി മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് SGST അഥവാ ഇൻപുട്ട് UTGST എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാവുന്ന ടാക്സ് ലയബിലിറ്റികൾ ഏതൊക്കെ? നമ്മുടെ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് SGST അല്ലെങ്കിൽ ഇൻപുട്ട് UTGST എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന രണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റികളാണ് ഔട്ട്പുട്ട് SGSTയും ഔട്ട്പുട്ട് IGSTയും എന്ന് പറയുന്നത്. ഓക്കെ,
ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് എസ് ജി എസ് ടി, ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റികളാണ് ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഇൻപുട്ട് അസറ്റായ ഇൻപുട്ട് എസ് ജി എസ് ടി അല്ല എങ്കിൽ എന്താണ് ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് എസ് ജി എസ് ടി, ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന രണ്ട് ലയബിലിറ്റീസ് ആണ് ഏതൊക്കെ? ഇൻപുട്ട് എസ് ജി എസ് ടിയും അല്ല എങ്കിൽ ഇൻപുട്ട് എസ് ജി എസ് ടി അല്ലെങ്കിൽ ഇൻപുട്ട് യു ടി ജി എസ് ടി അല്ല എങ്കിൽ ഏതാണ്? സോറി, ഔട്ട്പുട്ട് യു ടി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും അല്ല എങ്കിൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി. ഓക്കെ, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് മുഖേന ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും ഔട്ട്പുട്ട് യു ടി ജി എസ് ടി അല്ല എങ്കിൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഒരു ബിസിനസ്സുകാരന് ഇവിടെ ഒരു ഇൻപുട്ട് എസ് ജി എസ് ടിയിൽ ഒരു 100 രൂപ കടക്കുന്നുണ്ടെന്ന് കരുതുക. ഇവിടെ ഒരു ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇവിടെ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് 100 രൂപ എസ് ജി എസ് ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് അസറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പർച്ചേസ് മുഖേന ഇദ്ദേഹം ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഇൻപുട്ട് എസ് ജി എസ് ടി അല്ല എങ്കിൽ ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് അസറ്റ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഔട്ട്പുട്ട് സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ആയ ഔട്ട്പുട്ട് ഐ ജി എസ് ടിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും മീറ്റ് ചെയ്യണം. ഇവിടെ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത് 40 രൂപയുണ്ട്, ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്നത് 50 രൂപയുണ്ട്. എന്തായിരിക്കും ജേണൽ എൻട്രി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഇദ്ദേഹം ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത് അഥവാ നമ്മുടെ ഇൻപുട്ട് അസറ്റ് എത്രയുണ്ട്? ഇൻപുട്ട് അസറ്റ് എന്ന് പറയുന്നത് 100 രൂപ നമുക്കുണ്ട്. നമ്മുടെ ടാക്സ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. ടാക്സ് ലയബിലിറ്റീസ് നമുക്ക് ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്നത് 40 രൂപയുമുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്നത് 50 രൂപയുമുണ്ട്. ഈ രണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ട ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ലയബിലിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആണ്. നോക്കുക, എൻട്രി എങ്ങനെ വരും? ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുമ്പോൾ ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് അസറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മീറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുന്നതുകൊണ്ട് നമ്മൾ ലയബിലിറ്റി ഡെബിറ്റ് ചെയ്ത് നിർത്തുന്നു. ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റിയും കുറയുന്നു. എൻട്രി എങ്ങനെ വരും? ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് എസ് ജി എസ് ടി 40 രൂപ. എൻട്രി എങ്ങനെയാണ്? ഔട്ട്പുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് എസ് ജി എസ് ടി അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആണ്. ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എസ് ജി എസ് ടി ആണ്. പിന്നെ രണ്ടാമത് മീറ്റ് ചെയ്യേണ്ടത് ഇനി റിമൈനിങ് ബാലൻസ് കിടക്കുകയാണ് എസ് ജി എസ് ടിയിൽ. ഇവിടെ 40 രൂപ ഔട്ട്പുട്ട് എസ് ജി എസ് ടി കൊടുക്കാനുണ്ട്. ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റിൽ 100 രൂപ ഉണ്ടായിരുന്നു. 100 രൂപയിൽ നിന്ന് 40 രൂപ കൊടുത്തിട്ട് ബാക്കി റിമൈനിങ് ബാലൻസ് 60 രൂപയുണ്ട് നമുക്ക്. ഇനി ഏത് ലയബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാം? ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി മീറ്റ് ചെയ്യാം അല്ലേ? ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻപുട്ട് എസ് ജി എസ് ടി ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൂൾ എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഇൻപുട്ട് എസ് ജി എസ് ടി ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി കുറയ്ക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റി കുറയാണ്. അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് ഐ ജി എസ് ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര കൊടുക്കാണ്ട്? 50 രൂപ കൊടുക്കാണ്ട് ടു ഇൻപുട്ട്
എസ് ജി എസ് ടി എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ലയബിലിറ്റിയും കുറയുന്നു, ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന അസറ്റും കുറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്നത് രണ്ട് രീതിയിലുള്ള ലയബിലിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും ഔട്ട്പുട്ട് ഐ ജി എസ് ടിയും ആണ്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഇത്രയും നമ്മുടെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഒരു ബിസിനസ്സുകാരൻ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകളാണിത്. ഇൻപുട്ട് ഐ ജി എസ് ടി ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി മീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും ഔട്ട്പുട്ട് യു ടി ജി എസ് ടിയും മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇൻപുട്ട് സി ജി എസ് ടി ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് മുഖേന ഒരു ബിസിനസ്സുകാരൻ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ലയബിലിറ്റികൾ ഔട്ട്പുട്ട് സി ജി എസ് ടിയും ഔട്ട്പുട്ട് ജി എസ് ടി എമാണ്. ഇനി ഒരു ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാർ ഇൻപുട്ട് എസ് ജി എസ് ടിയും ഇൻപുട്ട് എസ് ജി എസ് ടിയും ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാവുന്ന ടാക്സ് ലയബിലിറ്റി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഐ ജി എസ് ടിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും ഔട്ട്പുട്ട് ഐ ജി എസ് ടിയുമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ജി എസ് ടിയുടെ അകത്തൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് സി ജി എസ് ടി ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഔട്ട്പുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് എസ് ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു റൂൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹം പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് അസറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സെയിൽ മുഖേന കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റീസ് കുറയ്ക്കുകയാണ്. ഇൻപുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റിയും ഔട്ട്പുട്ട് എസ് ജി എസ് ടി യു ടി ജി എസ് ടിയും കുറയ്ക്കാൻ പറ്റും. എന്നാൽ ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുറയ്ക്കാവുന്ന ഔട്ട്പുട്ട് സി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റിയും ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റിയെ പറ്റൂ. ഔട്ട്പുട്ട് എസ് ജി എസ് ടി ഒരിക്കലും പറ്റില്ല. ഇൻപുട്ട് എസ് ജി എസ് ടി ഉപയോഗിച്ചു ഇൻപുട്ട് എസ് ജി എസ് ടി അഥവാ യു ടി ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് അസറ്റ് ഇൻപുട്ട് എസ് ജി എസ് ടി ഇൻപുട്ട് യു ടി ജി എസ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റുന്ന ടാക്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എസ് ജി എസ് ടിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഐ ജി എസ് ടിയും ടാക്സ് ടൈപ്പുകളാണ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അക്കൗണ്ടിംഗ് റൂളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇൻപുട്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നു. അസറ്റ് കുറയുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റി കുറയുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അസറ്റിൻ്റെ നമ്മുടെ റൂൾ ഇങ്ങനെയാണ്. അസറ്റ് ഇൻക്രീസ് അറ്റ് ദ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി നമ്മൾ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. താങ്ക് യു.